കൂട്ടുകാരെ, റോഡ് ക്രോസ് ചെയ്യുന്ന വേറൊരു സംവിധാനം കാണിച്ചു തരാമേ. നോക്കാം. ഇതാണ് അബുദാബിയിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സംവിധാനം. അപകടങ്ങൾ കുറയ്ക്കുവാനാണ് ഈ സംവിധാനങ്ങൾ. ഈ ചെറിയ റോഡിൽ നിന്ന് അങ്ങോട്ട് കയറാൻ ഒരു സീബ്ര ലൈനുണ്ട്. അതിലേ വേണം നമ്മൾ പാസ് ചെയ്ത് കയറിപ്പോകാൻ. അങ്ങനെ ഈ സീബ്ര ലൈൻ അങ്ങോട്ട് ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോയിട്ട് ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞു കഴിയുമ്പം ഈ ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് വാതിൽ വരും. ഈ റോഡാണ് നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകേണ്ടത്. വീഡിയോകൾ പിടിക്കാൻ പരിമിതികളുണ്ട്. ആരുടെയും മുഖം വരാൻ പാടില്ല. അതാണ് ഈ രാജ്യത്തെ നിയമം. ഇതിലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ലിഫ്റ്റുണ്ട്. നമ്മൾ ലിഫ്റ്റിൽ കയറുന്നില്ല. നമ്മൾ നേരെ സ്റ്റെയർ വഴി നടന്നാണ് മുകളിലേക്ക് പോകുന്നത്. ഇത് നിർമ്മിതി കണ്ടില്ലേ, വലിയ വലിയ കൂറ്റൻ പൈപ്പുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ സ്റ്റെയർ വഴി നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ലാൻഡിങ് കാണും. ആ ലാൻഡിങ്ങിൻ്റെ അവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ നടപ്പ് പാത വരും. ഇവിടെയും ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. താഴേന്ന് വരുന്ന ലിഫ്റ്റ് ഇവിടെയാണ് വരുന്നത്. ഇതൊരു അടിപൊളി സംവിധാനമാണല്ലേ. എന്നാ രസം നോക്കി കാണാൻ. സെറ്റപ്പല്ലേ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ റോഡിലെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ റോഡിലെ വാഹനങ്ങൾ അടുക്കും ചുറ്റിയോടും കൂടി പോകുന്നത് കാണാൻ എത്ര മനോഹരമാണ്. ഒരാൾ പോലും നിയമം ലംഘിച്ച് ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന കർശന നിയമമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും, ഏത് രാജ്യക്കാരുമാവട്ടെ, ഈ രാജ്യത്തിൻ്റെ നിയമം 100% പാലിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് വലിയ വലിയ കൂറ്റൻ പൈപ്പുകൾ കൊണ്ടാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, അബുദാബിയിലെ റോഡുകൾ വളരെ മനോഹരമാണ്. രാത്രികാലങ്ങളിൽ നല്ല വെട്ടിത്തിളങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ഈ ബ്രിഡ്ജിൽ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ നടത്തിയിരിക്കുന്നത്. നമുക്കിനിയും ഈ ബ്രിഡ്ജിൽ നിന്ന് താഴേക്കിറങ്ങി മറു സൈഡിലെ റോഡിലേക്ക് പോകാം. മറു സൈഡിലും ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മറു സൈഡിൽ ഈസി ആയിട്ട് വന്നു. 2 മിനിറ്റ് പോലും എടുത്തില്ല. സുഹൃത്തുക്കളെ, ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഈ പുൽമേടുകൾ കണ്ടോ? നമുക്ക് കിടന്നുറങ്ങാൻ തോന്നും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ പുൽമേടുകൾ അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രവാസികളുടെ പ്രയത്നമുണ്ട് ഈ പുൽമേടുകൾ ഇങ്ങനെ നിലനിൽക്കാൻ. ആ നടപ്പാതയുടെ സൗന്ദര്യം രാത്രിയിൽ ആസ്വദിക്കാൻ ഒരു വല്ലാത്ത രസമാണ് സുഹൃത്തുക്കളെ. എത്ര മനോഹരമായിട്ടാണ് അത് പണിതിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.